നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇങ്ങനെയൊക്കെ തോന്നുന്നത് പരസ്പരം സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു വീട്ടിലേക്കാ ഞാൻ കയറി വന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഭരതേട്ടനെയും മുൻദേശിയൊക്കെ ഒന്ന് കുറയ്ക്കണം. എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ കരടാവുന്നത്? ഞാൻ ശ്രദ്ധിച്ചോളാം. എന്തൊക്കെയാ അച്ഛാ ഇവിടെ നടക്കാൻ പോകുന്നത്? എന്തിനാ ആൾരൂപമൊക്കെ? അച്ഛനിപ്പോ അന്ധവിശ്വാസം കൂടുന്നുണ്ട് കേട്ടോ. നീ വെറുതെ ദൈവദോഷം പറയല്ലേ മോനെ. സ്വന്തം കാര്യങ്ങൾ വരുമ്പോ ആരും ഇങ്ങനെയൊക്കെ ചെയ്യും. എന്താ ഒരിടത്ത് ഇങ്ങനെ ഒരു പൂജ നടക്കാറില്ലേ? പൂജ നടക്കും, പക്ഷെ ഈ ആൾരൂപവും പ്രതിമയൊക്കെ വെക്കുന്ന എന്തിനാ? ഇവിടെ വല്ല ആഭിചാര ക്രിയകളും നടക്കുന്നുണ്ടോ? മോനെ, നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ സമയം തീരെ നല്ലതല്ല. മാത്രമല്ല ഭാവനയുടെ സമയവും തീരെ ശരിയല്ല. ഈ അവസ്ഥയില നിങ്ങളുടെ കല്യാണം നടന്നത്. വീണ്ടും കല്യാണം നടത്താൻ പോകുന്നതും. കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിന്റെയും ഭാവനയുടെയും ശരീരത്തിൽ ഏതോ ദുഷ്ടശക്തികളുടെ ആത്മാംശം നിൽക്കുന്നുണ്ട്. അതെല്ലാം മന്ത്രങ്ങളിലൂടെ ആൾരൂപത്തിലേക്ക് ആവാഹിച്ചെടുത്തതിന് ശേഷം അഗ്നികുണ്ഡത്തിലേക്കിട്ട് ദഹിപ്പിക്കും. എന്നാലേ നിന്റെയും ഭാവനയുടെയും സമയദോഷം മാറുള്ളൂ. അച്ഛാ, ഇത് 2024 മറക്കരുത്. കാലഘട്ടം ഏതായാലും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നും മാറില്ല മോനെ. ഇതുപോലെയുള്ള ദുരാചാരങ്ങളൊക്കെ ഇപ്പൊ നിയമവിരുദ്ധമാണെന്ന് അച്ഛൻ അറിയില്ലേ? അന്ധമായ വിശ്വാസം അതിൽ കിടക്കുമ്പോഴാണ് നരബലി വരെ നടക്കുന്നത്. അതിന്റെ കൂടെ ഒരു അഗ്നികുണ്ഡവും. അല്ല മോനെ, എന്തിനേയും ദഹിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാ അഗ്നിദേവൻ. ആഴിയിൽ അലിയാത്തതൊന്നും ഈ ഭൂമിയിൽ ഇല്ലെന്ന് നീ കേട്ടിട്ടില്ലേ? എന്റെ അമ്മോ, ഞാൻ തോറ്റു. അച്ഛനോട് ജയിക്കാൻ ഞാനില്ല. എന്താ അച്ഛനും മോനും കൂടി ഒരു തർക്കം? ഏയ്, ഇവിടെ നടക്കുന്നതെല്ലാം അന്ധവിശ്വാസമാണെന്നാ ഇവൻ പറയുന്നത്. എന്താടാ, നിന്റെയും ഭാവനയുടെയും നല്ലതിനു വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാ ആവശ്യത്തിനാവാമേ, ഇതല്പം ഓവറാ. ഭാവനയുടെ അഭിപ്രായം തന്നെ. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനിയിപ്പോ പൂജ കഴിയുന്നത് വരെ എന്റെ മോനൊന്ന് സഹകരിച്ചേ പറ്റൂ. പ്ലീസ് മോനെ, ഈ അച്ഛന്റെ അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടി നീ ഒന്ന് സഹകരിക്കണം. ഈ വിളക്ക് കത്തിച്ചോളൂ. ചെല്ല. ഭാവനയുടെ കൈകൊണ്ട് ഈ നിലവിളക്ക് തെളിച്ച് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. പക്ഷേ ഭാവനയ്ക്ക് അതിന് കഴിയാത്തത് കൊണ്ട് സൂര്യയുടെ അമ്മ ചെയ്താലും മതി. ശരി തിരുമേനി. ആ, തെളിച്ചോളൂ. ഇനി ഈ നിലവിളക്ക് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചോളൂ. 2 രാത്രിയും 1 പകലും ഈ വിളക്ക് അണയാതെ സൂക്ഷിക്കണം.
എന്ന് വെച്ചാൽ എണ്ണ കൃത്യമായി ഒഴിച്ചു കൊടുക്കണമെന്ന്. അതൊക്കെ ചെയ്യാൻ തിരുമേനി. ആ, എന്നാ വിളക്കകത്തേക്ക് കൊണ്ടുപോകൂ. ദേ, അമ്മേ ദേവി, അസംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നേ. ഭാവനയുടെ കൈകൊണ്ട് വെക്കാത്തതിന്റെ അടയാളമാണ് ഇപ്പൊ കണ്ടത്. ഇനിയിപ്പോ എന്താ തിരുമേനി ചെയ്യേണ്ടത്? ആ, വഴിയുണ്ട്. ഭാവനയുടെ വിരൽ സ്പർശമെങ്കിലും വേണം, എങ്കിലേ ഈ പൂജ പൂർണ്ണമാകൂ. ദാ, ആ, ഈ അച്ഛനും അമ്മയ്ക്കും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പൂജ നടത്തുന്നത്. അങ്ങനെയൊന്നും പറയല്ലേ സൂര്യ. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമുക്ക് തമ്മിൽ പറയാം, പക്ഷേ അവരോട് അങ്ങനെ പറയരുത്. ചില അനുഭവങ്ങളാ അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും. സ്വന്തം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പലതും ചെയ്യുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അതുകൊണ്ട് മനസ്സിന് ഇഷ്ടമില്ലെങ്കിലും അവരോടൊപ്പം സഹകരിക്കുക, അതാണ് അവരുടെ സന്തോഷം. ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യത്തിനാവാം ഭാവന, പക്ഷേ ഇതല്പം ഓവറായി പോയില്ലേ? ആൾ രൂപം, ആവാഹനം, ഇതെന്താ മണിച്ചിത്രത്താഴി സിനിമയോ? ഒരാളെ നരബലി കൂടി നടത്തണമെന്ന് പറയാത്തത് ഭാഗ്യം. നിലവിളക്ക് വീണപ്പോ അമ്മയുടെ സാരിയിൽ തീ പിടിച്ചിരുന്നെങ്കിലോ? അവിടെ ശരിക്കും ഞാനും പേടിച്ചു സൂര്യ. എങ്ങനെയാ അത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനും ഇവരൊക്കെ അശ്രദ്ധയെന്നല്ല പറയുന്നത്, അപശകുനമെന്ന്. അപശകനമൊന്ന് തിരുമേനി പറഞ്ഞില്ലല്ലോ. പറയണ്ടല്ലോ, വീണ്ടും തന്റെ കൈ പിടിച്ച് തന്നെ ചെയ്തപ്പോ അത് ബോധ്യായല്ലേ?